നമുക്ക് രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ചന്ദ്രമതി ശ്രുതിയോട് പ്രതികാരം ചെയ്യുവാണ്. കാരണം ശ്രുതിയും കൂടെ ഒന്നിച്ചിരിക്കാനോ ആ ഒരു പരസ്പരം സംസാരിക്കാനോ ചന്ദ്രമതി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ചന്ദ്രമതിക്ക് കട്ട കലിപ്പായിരുന്നു. ഇവളാണ് തന്റെ മോനെ വഴിതെറ്റിക്കുന്നത്. ഇവള് പറഞ്ഞിട്ടാണ് അവൻ തന്നോട് 50 ലക്ഷം രൂപ കിട്ടിയ കാര്യമൊന്നും പറയാതിരിക്കുന്നത്. അതുകൊണ്ട് മുറിയിൽ കയറാൻ പോലും ശ്രുതിയെ സമ്മതിച്ചിട്ടില്ല ചന്ദ്രമതി. അതിനകത്ത് ശ്രുതിക്ക് നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനാന്ന് പറ. പിന്നീട് രേവതി ലക്ഷ്മി അമ്മേനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മി അമ്മേനെ കാണാനായിട്ട് കടയിലേക്ക് ചെല്ലുമ്പോൾ ദേവും ശരത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ചെന്ന് കഴിഞ്ഞിട്ട് രേവതി വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. 50 ലക്ഷം രൂപയുടെ കാര്യങ്ങളൊക്കെ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ദേവു പറഞ്ഞു, എന്റെ ദൈവമേ, ഇത്രയ്ക്ക് വല്ല പെരും കള്ളിയായിരുന്നു അവര്. നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ. വലിയ മലേഷ്യക്കാരിയാ, വലിയ സെറ്റപ്പാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മളോ വിചാരിച്ചുകൊണ്ടിരുന്ന എന്താ? രേവതി പറഞ്ഞു, അത് പിന്നെ ആ സമയത്ത് അവർക്ക് അങ്ങനെ തോന്നിക്കാണും. അതിപ്പം ശ്രുതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രുതിയുടെ സ്വഭാവം അറിയാലോ. അതെ, ചേച്ചി ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രേവതി പറഞ്ഞു, സപ്പോർട്ട് ചെയ്തല്ല. ദേവ് പറഞ്ഞു, ആ കാഴ്ച ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ, അമ്മായിമ്മ അടിച്ചിറക്കുന്ന ആ രംഗം ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞു. ലക്ഷ്മി അമ്മ ചീത്ത പറഞ്ഞു, നിനക്ക് എന്താ ദേവു? ഒരാൾക്കൊരു വയ്യായിക വന്നു കഴിയുമ്പോ നമ്മൾ ഇങ്ങനെ കളിയാക്കുവാണോ ചെയ്യണ്ടേ? ദേവു പറഞ്ഞു, പിന്നെ വയ്യായിക അത് അവര് വരുത്തി വെച്ച വിനയല്ലേ അത്. ശരിക്കും പറഞ്ഞ അടിച്ചിറക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞ. അവര് പുറമേ കാണുന്ന പോലെ ഒന്നും അല്ല. ഭയങ്കര ദുഷ്ടിയാന്ന് തോന്നേ. അല്ലെങ്കിൽ തന്നെ രേവതി ചേച്ചിനെയൊക്കെ എത്ര തവണ നാണം കെടുത്തിയിട്ടുണ്ട്. അവര് വലിയ ഏതാണ്ടാന്നൊക്കെ അവരുടെ ഭാവം എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ശരത്ത് ഉണ്ടായിരുന്നു ഇവിടെ. ശരത്ത് പറഞ്ഞു, അല്ലെങ്കിലും എനിക്ക് അവരെ കുറിച്ച് അത്ര നല്ല അഭിപ്രായം ഒന്നും നേരത്തെ മുതൽ ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ട രേവതി ചോദിച്ചു, അതെന്താടാ അങ്ങനെ പറഞ്ഞേ? ആ ആന്റണിയുമായിട്ടാ കൂട്ടുകെട്ടുകള്. ആന്റണിയുമായിട്ടോ? ഏത്? നീ ആ പോയിക്കൊണ്ടിരുന്ന ആന്റണിയാണോ? ചിട്ടി ആന്റണി, ചിട്ടിക്കമ്പനി നടത്തുന്നേ? അതെ. അല്ല, അവരും ശ്രുതിയും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചു രേവതി. അതോ, ഇടയ്ക്കിടയ്ക്ക് അവിടെ വരാറുണ്ട്. ആന്റണിയോട് പണം കടം വാങ്ങിക്കാറുണ്ടെന്ന് പറഞ്ഞു. കടവോ? ആ, പലിശയ്ക്ക് പൈസയൊക്കെ വാങ്ങാറുണ്ട്. അത് കേട്ടപ്പോ രേവതി പറഞ്ഞു, നിനക്ക് ആള് മാറിപ്പോയതായിരിക്കും. ശ്രുതിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇഷ്ടം പോലെ പൈസയുണ്ട്. അച്ഛൻ മലേഷ്യയില. പിന്നെന്തിനാ പണം കടം വാങ്ങുന്നേന്ന് ചോദിച്ചു. പിന്നെ അതൊന്നും അല്ല, ആ പെണ്ണിനെ കുറിച്ച് എന്തറിയാം? പെണ്ണോ? അല്ല, ഇപ്പൊ ഞാൻ പിന്നെ എന്താ പറയണ്ടേന്നൊക്കെ ഇങ്ങനെ ശരത്ത് ചോദിക്കണം. എന്താണെങ്കിലും അവരുടെ സ്വഭാവം അത്ര ശരിയാന്ന് എനിക്ക് തോന്നില്ല. എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. 2-3 വട്ടം വന്ന് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു. 1-2 ലക്ഷം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഉള്ളപ്പോഴാ നീ വാങ്ങിയത്. നീ അവിടെ ഉള്ളപ്പോഴോ? രേവതിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദേവ് പറഞ്ഞു, ശരത്തെ, നീ ശരിക്കും കണ്ടതാണോന്ന് ചോദിച്ചു. പിന്നെ കാണാതെ ഞാൻ വെറുതെ കള്ളത്തരം പറയേണ്ട കാര്യമുണ്ടോ? ലക്ഷ്മിയമ്മ പറഞ്ഞു, നീ വെറുതെ ഊഹാഭോവം വെച്ച് പറയരുത്. എന്റെ അമ്മേ, ഞാൻ അവിടെ ഉള്ളപ്പം വന്ന ഞാൻ ആ സമയത്ത് അവിടുന്ന് പതുക്കെ മാറി എന്നെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ സത്യാവസ്ഥ അതാന്ന് പറഞ്ഞു. രേവതിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ഇങ്ങനെ കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ ഇതിനിടയ്ക്ക് നടന്നോ എന്നൊരു ചിന്തയായിരുന്നു രേവതിയുടെ മനസ്സിൽ നിറയുണ്ടായിരുന്നേ. പിന്നീട് സുധി വീട്ടിലേക്ക് വരുവാണ്, ഷോപ്പിൽ പോയിട്ട്. പക്ഷെ ചന്ദ്രമതി എന്ത് ചെയ്തു? മുറി കയറ്റുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു. അതെ, മുറി കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇറങ്ങി വന്നോളാം. അധികം സമയം അവിടെ മുറിക്കകത്ത് നിൽക്കേണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശ്രുതി മുറിയിലുണ്ടല്ലോ. കാരണം അവർ തമ്മിൽ ഒരു കാരണവശാലും സംസാരിക്കാൻ പോലും പാടില്ല. അതായിരുന്നു ചന്ദ്രമതിയുടെ ആഗ്രഹം. കാരണം തലേദിവസമാണെങ്കിൽ ശ്രുതിയോട് പറഞ്ഞു, നീ വീട്ടിലേക്ക് വരണ്ട, നീ അവിടെ ഷോപ്പിൽ തന്നെ ഇരുന്നാൽ മതിയെന്ന്. ഷോപ്പിലോ? അതെ, ഷോപ്പിൽ കിടന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് വരാൻ പോലും സമ്മതിച്ചില്ല. അവര് ഒരുമിച്ചൊരു മുറി കിടക്കണ്ട, അല്ലെ കാണണ്ട, സംസാരിക്കണ്ട എന്നൊക്കെ രീതിയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴാ ശ്രുതി വീട്ടിലേക്ക് പോലും വന്നേ. എന്നിട്ടും ചന്ദ്രമതിയിൽ ഒരു അയവുണ്ടായില്ല. തന്റെ മോനെയും കൂടെ അവള് വഴി തെറ്റിക്കുമെന്നൊരു ചിന്തയായിരുന്നു ചന്ദ്രമതിയുടെ മനസ്സിൽ. അങ്ങനെ ഒടുവില് ശ്രുതി കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് സച്ചിയുടെ അടുത്ത് എന്നിട്ട് രേവതി കാര്യങ്ങൾ പറയുന്നുണ്ട്. ശരത്ത് പറഞ്ഞ കാര്യങ്ങൾ, ആന്റണിയുടെ അടുത്ത് നിന്ന് ശ്രുതി പൈസ മേടിച്ച കാര്യങ്ങളൊക്കെ. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ഒരമ്പരപ്പായിരുന്നു. സത്യമാണോ പറയണമെന്ന് ചോദിച്ചു. അതെ, എനിക്ക് തോന്നുന്നു അവന് ചിലപ്പോൾ ആള് മാറിപ്പോയതായിരിക്കും, അല്ലാതെ ഇങ്ങനെ ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞു. ആള് മാറിപ്പോയതൊന്നും അല്ല, ഇത് ശരിക്കും ഉള്ളത് തന്നെയാ. അവര് പൈസ മേടിച്ചായിരിക്കും. ഞാൻ അന്നേ പറഞ്ഞില്ല അവര് പക്കാ ഫ്രോഡാന്നുള്ള കാര്യം. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ ആരെങ്കിലും വിശ്വസിക്കോ? ഇപ്പൊ എല്ലാവർക്കും വിശ്വാസം വന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, സച്ചേടൻ ദൈവത്തെ ഓർത്ത് ആരോടൊന്നും പറയാനൊന്നും പോകണ്ട കേട്ടല്ലോ. നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ മനസ്സിൽ തന്നെ ഇരുന്നാൽ മതി. എന്നാലും രേവതി, എനിക്ക് മനസ്സിലാത്ത കാര്യം, മലേഷ്യയിലാണ് അച്ഛനെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നിട്ട് ഈ പൈസയൊക്കെ എന്തിനാ ഈ പലിശയ്ക്ക് മേടിക്കണേ?
സ്വാഭാവികമായിട്ടുണ്ടാവുന്ന സംശയം, ആ സംശയമാണ് സച്ചിയുടെ മനസ്സിലുണ്ടായത്. എത്ര ആലോചിച്ചിട്ട് സച്ചിക്ക് അങ്ങോട്ട് ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതിന്റെ പിന്നില് എന്തൊക്കെയോ കാരണങ്ങളൊക്കെ ഉണ്ടെന്ന് സച്ചിക്ക് മനസ്സിലായി. അങ്ങനെ ആഹാരമൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് വെക്കുവാണ്. രേവതി പോയി കഴിക്കാനെടുത്ത് വെച്ച് കഴിഞ്ഞപ്പം വർഷ, ശ്രീകാന്തും അവരൊക്കെ വന്നു കഴിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ സുധിയും വന്നു. സുധിയും ചന്ദ്രമതി അവരൊക്കെ ഇരുന്ന് കഴിക്കുവാണ്. കഴിക്കണ സമയത്ത് വർഷ ചോദിച്ചു, അല്ല ശ്രുതി അടുത്ത് വന്നില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ഞാൻ പോയി വിളിക്കാന്ന് പറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ രേവതി പോയില്ല. കാരണം ചന്ദ്രമതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ ധിക്കരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി അവിടെ ഒരു വലിയ ഭൂകമ്പം നടക്കാനായിട്ട്. ഇത്തിരി കഴിഞ്ഞപ്പോൾ പാർലറിലേക്ക് പോവാനായിട്ട് ശ്രുതി റെഡിയായിട്ട് അങ്ങോട്ട് വന്നു. അങ്ങനെ ആഹാരം കഴിക്കുന്ന സമയത്ത് ശ്രുതി നോർമൽ സ്റ്റേജിൽ വന്ന് കഴിക്കാനായിട്ട് വന്നിരിക്കുവാണ്. ചന്ദ്രമതി ഇങ്ങനെ അടിമുടിയൊന്ന് നോക്കി, എഴുന്നേക്കടിയെന്ന് പറഞ്ഞു. നിന്നോടല്ലടി എഴുന്നേക്കാനെന്ന് പറഞ്ഞു. ഒറ്റ ചാട്ടമായിരുന്നു. ശ്രുതി ചാടി എഴുന്നേറ്റു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാല് നിന്നെ ഇവിടെ കണ്ടേക്കല്ലെന്ന് പറഞ്ഞു. നീ എന്ത് കാര്യത്തിലാടി എല്ലാവരും ഇരിക്കുന്ന ഒപ്പം വന്നിരുന്ന് കഴിച്ചേ എന്നൊക്കെ ചോദിച്ചു ദേഷ്യപ്പെടുകയാണ്. ശ്രുതിക്ക് ഇതിൽ ഒരു അപമാനമില്ല. ആഹാരത്തിന് മുന്നേ നിന്ന് എഴുന്നേപ്പിച്ചു വിടാന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ. വലിയ ആള് കളിച്ച് വന്നിരുന്നതാണ്. ചന്ദ്രമതി വിട്ടുകൊടുക്കാനായിട്ട് ഭാവം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒടുവില് ശ്രുതി നിൽക്കുമ്പോഴത്തേനും ശ്രുതിക്കും ഭയങ്കര ടെൻഷനായി. രേവതി പറഞ്ഞു, എന്താ അമ്മേ, ആഹാരം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ തടയാൻ പാടില്ലെന്ന് പറഞ്ഞു. നീ മിണ്ടരുത്, നീ ആർക്കും വക്കാലത്ത് പിടിക്കാനൊന്നും വരണ്ട, നീ നിന്റെ പണി നോക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ദേഷ്യപ്പെടുക. വർഷ പറഞ്ഞു, എന്നാലും ആഹാരം കഴിക്കാതെ എഴുന്നേപ്പിച്ചിരുന്ന് മോശമാന്നൊക്കെ ചന്ദ്രമതി വർഷം പറയുന്നുണ്ട്. പക്ഷെ ചന്ദ്രമതി അതൊന്നും സംഭവിച്ചില്ല. ഒടുവിൽ ശ്രുതി നാണം കിട്ട് മുറിയിലേക്ക് പോയി തന്റെ ബാക്കി എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും പറഞ്ഞു, എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ മനസ്സിലാക്കിയാനും എന്നെ ഇപ്പം ആഹാരവും തരാതെ വിടിയിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സെന്റിമെന്റ്സ് ഡയലോഗ് ഒക്കെ അടിച്ചു വിടുവാണ്. സ്വന്തം അമ്മ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ ആ കാര്യം ഇവിടെ പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ സെന്റിമെന്റ്സ് എടുത്താലോ ചന്ദ്രമതി എടുത്ത് പിടിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ എന്നറിയാം. അതുകൊണ്ടാണ് ശ്രുതി അങ്ങനത്തെ ഡയലോഗ് ഒക്കെ ഇടുന്നത്. അതുകൂടെ കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് ഭയങ്കര ടെൻഷനായി. എല്ലാവർക്കും ഒരു നിമിഷം വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി. ചന്ദ്രമതിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്, താൻ ചെയ്ത കുറച്ച് കൂടിപ്പോയോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതി കരഞ്ഞ് വിളിച്ച് അങ്ങനെ ഭാമയുടെ അടുത്തേക്ക് വന്നു. ഭാമയുടെ അടുത്ത് എന്നിട്ട് കാര്യങ്ങൾ പറയാണ്. എല്ലാം കേട്ടിച്ചപ്പോൾ ഭാമ പറഞ്ഞു, മോളെ നീ വിഷമിക്കൊന്നും വേണ്ട, നീ ആഹാരം കഴിക്കാനും പറഞ്ഞോണ്ട് ചപ്പാത്തിയും കറിയൊക്കെ കൊണ്ടുപോയി വെക്കുക. എനിക്ക് വേണ്ട ആൻറ്റി, വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമാവും. എൻ്റെ മോള് കഴിക്ക്, ഞാനല്ലേ നിന്റെ ആലോചന ആ വീട്ടിലേക്ക് കൊണ്ടുവന്നേ, അതുകൊണ്ടല്ലേ നീ ആ വീട്ടിലെ മരുമോളായത്. നീ വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക, എന്ത് വന്നാലും ആൻറ്റിയോട് പറഞ്ഞാൽ മതി, ഞാൻ ചന്ദ്രയോട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു, വേണ്ട, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് ശ്രുതി പറയണം. അപ്പോഴേക്കും ഭാമ പറഞ്ഞു, അത് സാരമില്ല മോളെ, ഞാൻ എന്താണെങ്കിലും സംസാരിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. ഇതങ്ങനെ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല, അതിന് മാത്രം വലിയ തെറ്റൊന്നും നീ ചെയ്തിട്ടില്ലല്ലോ, നീ തെറ്റ് ചെയ്തപോലെ തന്നെ ശ്രുതി ചെയ്തല്ലേ, എന്നിട്ട് അവനെ ഒന്നും ചെയ്യാതെ നിന്നെ മാത്രം ഇങ്ങനെ ഒറ്റപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാമയുടെ രീതിയിലുള്ള രിവിരി ഏറ്റി കൊടുക്കുകയാണ്. ഒടുവില് ശ്രുതി അവിടെ നിന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. സമയത്ത് രേവതി ഒരു മണ്ഡപത്തിലേക്ക് ചെല്ലുവാണ്. അപ്പം മണ്ഡപത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മോഡൽസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതെ, ഇതുപോലെയൊക്കെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കും, ഇവിടെ എന്തെങ്കിലും ഓർഡറൊക്കെ വരണേ പറയണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവിടുത്തെ പുള്ളിക്കാരൻ പറഞ്ഞു, മാനേജർ പറഞ്ഞു, ശരി ശരി, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, ഈ അടുത്ത നാളിൽ ഒന്ന് രണ്ട് കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ തന്നെ ഞാൻ പറയാന്നൊക്കെ പറഞ്ഞു. മോഡലൊക്കെ ശരിക്കും നോക്കിക്കഴിഞ്ഞപ്പോൾ അയാൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സച്ചിയാണ് അവിടെ രേവതിയെ കൊണ്ടുപോയിട്ട്, എന്നിട്ട് സച്ചി പോവുകയും ചെയ്തായിരുന്നു. ഈ സമയത്ത് ഹേമ അങ്ങോട്ടേക്ക് വരുന്നേ. ഹേമയ്ക്കാണെങ്കിൽ എവിടെയൊക്കെ മണ്ഡപമുണ്ടോ അവിടെ എല്ലാം എന്തേലും ഫംഗ്ഷനൊക്കെ വന്നാൽ അതെല്ലാം ഈ ഹേമ ഏറ്റെടുക്കും, ആർക്കും വിട്ടു കൊടുക്കത്തുമില്ല. അങ്ങനെ ഹേമ അങ്ങോട്ടേക്ക് വരുവാണ്. രേവതിയെ കണ്ടപ്പോൾ ഒരു പുച്ഛഭാവമായിരുന്നു. എന്നിട്ട് വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ഇവിടെ ബൊമ്മ കച്ചവടം തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ മാനേജർ പറഞ്ഞു, ഇത് ബൊമ്മ കച്ചവടം ഒന്നുമല്ല, ഇത് രേവതി ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. ഓ, ഡെക്കറേറ്റ് ചെയ്യണം, ഇതൊക്കെ വെച്ചിട്ടാ? പക്ഷെ എൻ്റെ പൊന്നെ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ വെച്ചാലും ഡെക്കറേറ്റ് ചെയ്യുക. രേവതി പറഞ്ഞു, ഇതേപ്പോഴത്തെ ട്രെൻഡിങ് എന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. പിന്നെ ട്രെൻഡിങ് ആണ് പോലും, ഒന്ന് പോടി അവിടുന്ന്, ഇതൊന്നും ട്രെൻഡിങ് അല്ല, ഇന്നത്തെ കാലത്ത് ആരും ഇങ്ങനെയൊന്നും ചെയ്യത്തൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി കുറെ കളിയാക്കുവാണ്. അവളും അവളുടെ ഒരു ട്രെൻഡിങ്ങും വന്നിരിക്കുന്നു. അതെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കുന്നത്, ഈ മണ്ഡപത്തിലെ കാര്യങ്ങളൊക്കെ ഈ മണ്ഡപത്തിൽ ഞാനാണ് സ്ഥിരം ചെയ്യാറുള്ളത്, അതുകൊണ്ട് നീ നിന്റെ ബൊമ്മയായിട്ട് പോകാൻ നോക്കുന്നൊക്കെ പറഞ്ഞ് രേവതിയെ കളിയാക്കി. ഒടുവിൽ രേവതി പറഞ്ഞു, അങ്ങനെ നിങ്ങളങ്ങോട്ട് പറയാൻ വരട്ടെ, എല്ലാത്തരത്തെ ഓർഡർ നിങ്ങൾക്ക് തന്നെ കിട്ടണം തന്നെ നിർബന്ധം, ബാക്കിയുള്ളവർക്കും ജീവിക്കണ്ടേന്നൊക്കെ ചോദിച്ചു. പിന്നെ ജീവിച്ചോ, അതിന് ഞാനൊന്നും പറഞ്ഞല്ലോ, നീ എവിടെയാന്ന് പറഞ്ഞ നീ എവിടെയെങ്കിലും പോയി ഓർഡറൊക്കെ ഏറ്റെടുത്തോ, എന്താണ് ഇവിടെ അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു.
രേവതിയും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികളായി. ഒടുവില് അവര് പറഞ്ഞു, മര്യാദയ്ക്ക് എന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകാൻ നോക്കാൻ പറഞ്ഞു. അപ്പൊ കൂടെയുള്ളവർ പറഞ്ഞു, നമുക്കതും കൂടെ കത്തിച്ച് കളഞ്ഞാലോ മടന്നു ചോദിച്ചു. വേണ്ട വേണ്ട, അവളെങ്ങനെയാലും ജീവിച്ചു പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, നിങ്ങൾ അധികം എന്നെ താഴ്ത്തി കിട്ടുമൊന്നും വേണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പിന്നെ ഒരു കാര്യം, ഇതെങ്ങാനും കത്തിക്കാൻ വന്ന പൂ കെട്ടാൻ മാത്രമല്ല എനിക്കറിയാവുന്നേ. അറിയാലോ, നിന്റെയൊക്കെ കാരണം അടിച്ചു പൊട്ടിക്കാനേ എനിക്കറിയാന്ന് പറഞ്ഞു. ഒരു നിമിഷം അവന്മാരൊക്കെ പേടിച്ചു പോയി. രേവതിയുടെ മുഖം കണ്ടുകഴിഞ്ഞപ്പോ അങ്ങനെ ചെയ്യൂന്ന് തന്നെ അവർക്ക് തോന്നി. കാരണം പറയുക മാത്രമല്ല, ചിലപ്പോ പ്രവർത്തിക്കൂന്നും തോന്നി. കുറെ സമയം കഴിഞ്ഞപ്പോ ഭാമ ചന്ദ്രമതിയെ കാണാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതിയെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് ചന്ദ്രമതിയുടെ ഭാമ പറഞ്ഞു, ചന്ദ്രേ, നീ ഈ കാണിക്കുന്നതൊക്കെ ശരിയാന്ന് തോന്നുന്നുണ്ടോ? എന്ത്? നീ എന്തിനാ ശ്രുതിയോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? അന്ന് ശരിയായിട്ടുള്ള കാര്യമല്ല. ഒന്നുമല്ലേ നിന്റെ മരുമോളല്ലേ, പോരാത്തന് കോടീശ്വരി. കോടീശ്വരി എന്ന് കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് ഒരു ഇളക്കം ഉണ്ടായി. ദേ, ഇന്നല്ലെങ്കിൽ നാളെ അവളുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങും. ആ സമയത്ത് അവൾക്ക് ഇഷ്ടം പോലെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിന്നെ ചിലപ്പോൾ 7 അയലൊക്കെ തടിപ്പിക്കില്ല. നീ അവളോട് പിണങ്ങി ഇരുന്നിട്ടുണ്ടെങ്കിൽ നിന്നെ പിന്നെ മൈൻഡ് പോലും ചെയ്യത്തില്ല. ഇതിന്റെ ആക്കി ആവശ്യമുണ്ടോ ചന്ദ്രേ? ഇച്ചിരി താണു കൊടുത്തെന്നോർത്ത് ഒരു പ്രശ്നവുമില്ല. ഒന്നുമല്ലേലും നിന്റെ സുതിക്ക് വേണ്ടിയിട്ടല്ല അവൾ ഇതൊക്കെ ചെയ്തേ. സുതിയും തെറ്റുകാരനല്ലേ, എന്നിട്ടോ അവനെ പുണ്യാളനാക്കിയിട്ട് നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, അവൾ എന്നെ താഴ്ത്തി കെട്ടി. അവൾ എന്നോട് ഒരു വാക്കുപോലും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. പോട്ടെ ചന്ദ്രേ, നീ എന്തിനാ വാശിയും മര്യാദയും വെക്കുന്നേ? അവൾ നല്ല മരുമകളല്ലേ, അത് നിനക്ക് മനസ്സിലായ കാര്യമല്ലേ? എന്നിട്ട് നീ അവളെ കുറ്റപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് കുറെ ഉപദേശിക്കുന്നുണ്ട്. ഉപദേശം ഏറ്റു. എന്നാലും ചന്ദ്രമതിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് മീരയുടെ അടുത്ത് എന്നിട്ട് രേവതി തന്റെ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല മീരെ. ആകെപ്പാടെ പ്രശ്നം ആ വീട്ടില്. ഇനി ഞാൻ ആ വീട്ടിൽ പോയി എങ്ങനെ നിൽക്കും? സുധിയും ഞാനും കൂടെ സംസാരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. സാരമില്ല, പോട്ടെ. ഞാൻ ഓർത്തോണ്ടിരുന്ന നിന്റെ കള്ളത്തിൽ ഇതിനു മുമ്പ് പിടിക്കപ്പെടുന്ന. പക്ഷെ അതുവരെ പിടിച്ചിട്ടൊന്നുമില്ലല്ലോ. പക്ഷെ ഇപ്പൊ ഈ കാര്യത്തിൽ മാത്രമല്ലേ പിടിക്കപ്പെട്ടിട്ടുള്ളൂ. ബാക്കി നീ ചെയ്ത കള്ളത്തരങ്ങളൊന്നും പിടിച്ചിട്ടില്ലോ. അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അങ്ങനെ മീരയുടെ അടുത്ത് നിന്നിട്ട് ശ്രുതി വീട്ടിലേക്ക് വന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് ഭയങ്കര ടെൻഷനായി. ശ്രുതി ചന്ദ്രമതിയോട് പോയി പറഞ്ഞു അവൾ വന്നില്ല എന്ന്. ഒടുവിൽ ചന്ദ്രമതി പറഞ്ഞു, നീ അവളെ വിളിച്ചു നോക്കാൻ പറയണം. കാരണം ഇത്രയും ദിവസം വിളിക്കാൻ പോലും സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ ശ്രുതി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഒടുവിൽ മീരയെ വിളിക്കുകയാണ്. മീരയെ വിളിച്ചപ്പം മീരയോട് ശ്രുതി പറഞ്ഞു, ഞാനിവിടെ ഉണ്ടെന്ന് പറയണ്ടാന്ന്. മീര വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കറിയില്ല ശ്രുതി എവിടെ ഉണ്ടെന്ന്, ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നൊക്കെ പറഞ്ഞു. അതുകൂടെ കേട്ടിഞ്ഞപ്പോൾ ശ്രുതിക്ക് ടെൻഷനായി. ചന്ദ്രമതി പറഞ്ഞു, അവൾ ഒരിടത്തേക്കും പോകത്തില്ല, പോയിട്ടുണ്ട് അതേപടി തന്നെ തിരിച്ചു വരും, നീ പേടിക്കൊന്നും വേണ്ടാന്നൊക്കെ പറയണം. എന്നാലും ശ്രുതിക്ക് ടെൻഷനായിരുന്നു. ഈ സമയത്ത് രേവതി സച്ചിയൊക്കെ മുറിയിലായിരുന്നു. പിന്നീട് രേവതി സച്ചിയോട് പറഞ്ഞു, സച്ചിയേട്ടാ, ഇതിവിടം കൊണ്ടും തീരുമെന്ന് തോന്നുന്നില്ല, മിക്കവാറും കണ്ടില്ലേ, ശ്രുതിയും കൂടെ ഒന്നാവാനായിട്ട് അമ്മ സമ്മതിക്കുമെന്ന് തോന്നില്ല എന്ന് പറഞ്ഞു. അതൊക്കെ നിന്റെ തോന്നല് മാത്ര, അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നല്ലേ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഒരു കാര്യമുണ്ട്. എന്താ? ആ കടയുണ്ടല്ലോ, ആ കട അച്ഛന്റെ പൈസയും കൊണ്ട് 50 ലക്ഷം രൂപയും കൊണ്ടല്ലേ പണിതേ. അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം ആരാ ഏറ്റെടുക്കണ്ടേ? അച്ഛനല്ലേ. അച്ഛൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ പണം കൊണ്ട് ഉണ്ടാക്കിയ കടയല്ലേ. അപ്പൊ ആ കട അച്ഛനെ തന്നെ കിട്ടണ്ടേന്ന് ചോദിച്ചു. സച്ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നേ? അല്ല, ഇത്രയും നാളും ശ്രുതിയല്ലേ കട നോക്കിക്കൊണ്ടിരുന്നേ, ലാഭവും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരുന്നേ. ഇനി അത് വേണ്ട, അച്ഛന്റെ കട അച്ഛൻ തന്നെ കൈകാര്യം ചെയ്യട്ടെ, അച്ഛന്റെ പൈസയും കൊണ്ട് ഉണ്ടാക്കിയതാ. അത് കേട്ടപ്പോ രേവതി പറഞ്ഞു, അതിന് അവര് സമ്മതിക്കുവോ? സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല, സമ്മതിക്കണം. അങ്ങനെ അങ്ങോട്ട് വെറുതെ വിട്ടുകൊടുത്തിട്ടും കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. എന്തിനാ സമ്മതിക്കാതിരിക്കുന്നേ? എല്ലാവർക്കും അവകാശപ്പെട്ട ആ കട, അതിൻ്റെ അകത്ത് എല്ലാവരുടെയും പൈസയുണ്ട്, അച്ഛനുണ്ടാക്കിയ പൈസയാ, എല്ലാവർക്കും, മക്കൾക്കും അമ്മയ്ക്കും എല്ലാവർക്കും അവകാശമുള്ളതെന്ന് പറഞ്ഞു. ഒടുവിൽ എല്ലാവരും കൂടി ഇരിക്കണ സമയത്ത് സച്ചി ആ കാര്യം പറയുന്നുണ്ട്. അച്ഛാ, നാളെ മുതൽ അച്ഛൻ കടയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. എന്തിനാടാ? അച്ഛൻ പോയിട്ട് അച്ഛൻ വേണോ ഇനി ആ മാനേജർ കസാലിൽ ഇരിക്കാന്ന് പറഞ്ഞു. ഞാനോ? അതെ, അച്ഛന്റെ കടയാ, അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടല്ല ശ്രുതി കട പണിതേ. അപ്പൊ പിന്നെ അച്ഛൻ അവകാശപ്പെട്ട കടയില്ലേ, ഇനി അതങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല, അച്ഛൻ വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട്. ഇത് കേട്ടപ്പം ചന്ദ്രമതി ഒന്നും മിണ്ടിയില്ല. കണ്ടില്ലേ, അമ്മ പോലും ഒന്നും മിണ്ടുന്നില്ല. അതിനർത്ഥം എന്താ? അമ്മയ്ക്ക് ഇതിനോട് താല്പര്യമാണെന്നല്ലേ. അതുകൊണ്ട് അമ്മ തന്നെ, അമ്മയും അച്ഛനും കൂടെ പോയി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറഞ്ഞു. രവീന്ദ്രൻ ചോദിച്ചു, അത് വേണോടാ? വേണമെന്ന് പറഞ്ഞു. ഇടിവെട്ടേറ്റ അവസ്ഥയായിപ്പോയി. ശ്രുതിക്കും ഒക്കെ ഇത്ര അവർ പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു പണി കിട്ടുമെന്നുള്ള കാര്യം. എന്താണെങ്കിലും അതിന്റെ വിശേഷങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നേ. ഇനി നെട്ടോട്ട് ഓടേണ്ട വരും. ഇത്രയും കാലം ഉണ്ടാക്കി വെച്ചാൽ ഒറ്റയടിക്ക് കാൽക്കീഴിൽ കൂടെ ചോർന്നു പോകുന്ന കാണ്ടയുടെ അവസ്ഥ വരും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമ്മൾക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.